കുറച്ചു ദിവസമായി കെ.സി. വേണുഗോപാൽ വലിയ കലിപ്പിലാണ്. നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന കോൺഗ്രസിൻ്റെ തന്നെ എം.പിയായ ശശി തരൂരിനെ നല്ല രണ്ടെണ്ണം കൊടുത്തത് വേണ്ട സമയത്ത് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സഭയിൽ വരാതെ ഒളിച്ചു നിൽക്കുന്ന അമിത്ഷായ്ക്കെതിരെയും കൊടുങ്കാറ്റായി മാറുന്ന കെ.സി. വേണുഗോപാലിനെയാണ് നമ്മൾ കണ്ടത്. ജനങ്ങളുടെ വോട്ടും വാങ്ങി ജയിക്കുക മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് സഭയിൽ വരാതെ മുങ്ങി നടക്കുന്ന അമിത്ഷായെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ആഭ്യന്തരമന്ത്രിയായാൽ പോരാ, സഭയിൽ വരണമെന്നും അമിത്ഷാ സഭയിൽ എത്തുന്നത് വരെ പാർലമെൻറ്റ് നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കില്ല എന്നും തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ MP. അതും വെറുതെ കയ്യും വീശി വന്നാൽ പോരാ. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കണം. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് വച്ച് എല്ലാ തോന്നിയാസങ്ങളും ഇവിടെ നടക്കില്ല എന്നുള്ള താക്കീതും കെ.സി. നൽകിയിട്ടുണ്ട്. അതായത് FCRA ബില്ല് നടപ്പാക്കാൻ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അനുവദിക്കില്ല. RSS ബന്ധമുള്ള സംഘടനകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെന്നും അമിത്ഷായ്ക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ആദ്യം RSSനെ നിയന്ത്രിക്കാൻ നോക്കണമെന്നും കെ.സി. വേണുഗോപാൽ വെല്ലുവിളിച്ചു. RSSൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഒളിപ്പിച്ചു വച്ച് ബാക്കിയുള്ളവരെ മാത്രം നോക്കാൻ നാണമില്ലേ അമിത്ഷാ എന്നാണ് കെ.സി. ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം നോക്കാതെ തൻ്റെ ഇടമുണ്ടെങ്കിൽ RSSനെയും ഒന്ന് ഓടിച്ചു നോക്കൂ എന്നുള്ള മുന്നറിയിപ്പാണ് കെ.സി. നൽകിയിരിക്കുന്നത്. സമീപകാലത്തൊന്നും കാണാത്ത ഒരു കെ.സിയെയാണ് ഇന്നലെ കണ്ടത്. ജനങ്ങളിൽ നിന്നും ഒളിച്ചു കഴിയുന്ന ആഭ്യന്തരമന്ത്രിയെ തൂക്കിയെടുത്ത് സഭയിലെത്തിക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയും സംഘവും നടത്തുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. അമിത്ഷാ വരികയും വേണം, ചോദ്യത്തിന് ഉത്തരം നൽകുകയും വേണം. അത് കഴിഞ്ഞിട്ട് മതി വീമ്പിളക്കൽ എന്ന വ്യക്തമായ താക്കീതാണ് കെ.സി. നൽകിയിരിക്കുന്നത്. അതായത് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമത്തിന് ഉത്തരവിട്ടത് ആരാണ് എന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് പറയാതെ പ്രതിപക്ഷം ഒരിഞ്ച് സഹകരിക്കില്ല എന്ന് കെ.സി. ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അത് തങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെല്ലാവരും ആവശ്യപ്പെട്ട ഒന്നാണ്. അമിത്ഷാ സഭയിൽ വന്ന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കണം, വ്യക്തത വരുത്തിയിരിക്കണം. അതുവരെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയും വാക്കും നൽകിയിരിക്കുകയാണ് കെ.സി. ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കിരൺ റിജിജുവിനെ വിളിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ 2-3 ദിവസത്തിനുള്ളിൽ FCRA തട്ടിക്കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണമെന്ന മുന്നറിയിപ്പും കെ.സി. വേണുഗോപാൽ നൽകിയിരിക്കുന്നു. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും മാന്യമായി പ്രവർത്തിക്കുന്ന NGOകളെയും ഒക്കെ ലക്ഷ്യമിട്ട് FCRA ബിൽ കൊണ്ടുവന്ന് പാസാക്കാമെന്ന് അങ്ങനെ മോദിയും അമിത്ഷായും കരുതണ്ട എന്നുള്ള താക്കീതും മുന്നറിയിപ്പും കെ.സി. നൽകിയതോടെ ഇനി മാളത്തിൽ നിന്ന് പുറത്തു വന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അമിത്ഷായുടെ ഒരു ചിന്ത. ഇന്നലെ കിരൺ റിജിജു പറഞ്ഞത് സമയമാകുമ്പോൾ അമിത്ഷാ പുറത്തു വരുമെന്നാണ്. അത് മനസ്സിൽ വച്ചാൽ മതിയെന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ നേരെ പെല്ലറ്റ് ഗണ്ണും ലാത്തിചാർജും ടിയർ ഗാസും വെച്ച് മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അമിത്ഷാ വരില്ലേ എന്നുള്ള കെ.സിയുടെ ചോദ്യം BJPയിൽ ഇപ്പോൾ ഒരു ഇടിമുഴക്കം പോലെ സൃഷ്ടിച്ചിരിക്കുകയാണ്. FCRA ബില്ല് അവതരിപ്പിക്കാൻ അമിത്ഷാ വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ലോകസഭയിലെ കോറിഡോറിൽ നിന്ന് പറയുന്നത് കേട്ടത്. ആ പൂതി അമിത്ഷാ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഈ ജനവിരുദ്ധ ബില്ല് പാസാക്കാൻ അമിത്ഷാ വന്നാലും ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നേരിട്ടറിയിച്ചിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധവും ജനദ്രോഹപരവുമാണ്. അത്തരമൊരു ബില്ല് പാസാക്കുന്നതിന് അനുവദിക്കുന്ന പ്രശ്നമില്ല. തൻ്റെ ഇടമുണ്ടെങ്കിൽ അമിത്ഷാ RSSനെ നിയന്ത്രിക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങോട്ടല്ല നിയന്ത്രിക്കാൻ വരേണ്ടത് എന്നുള്ള വ്യക്തമായ താക്കീത് നൽകിയതോടെ വീണ്ടും സഭ വഷളാകും എന്നുറപ്പിച്ചു കഴിഞ്ഞു. RSS ഒരു രജിസ്റ്റേർഡ് സംഘടന പോലുമല്ല എന്നാണ് കെ.സി. വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്നും എത്രയോ കാശ് RSS വാങ്ങുന്നുണ്ട്. അതിനൊന്നും അന്വേഷണം ഇവിടെയില്ല.
രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിയമപ്രകാരമുള്ള സംഘടനകൾക്ക് FCRA അനുസരിച്ച് പണം കിട്ടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും വേണ്ടി വന്നാൽ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും വരെ അധികാരം നൽകുന്ന ഒരു നിയമം അതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് KC വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒന്ന് അമിത്ഷാ നോക്കിക്കളയൂ എന്നാണ് KCയുടെ താക്കീത്. ആ ബില്ല് ഈ സമ്മേളനത്തിൽ പാസാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലാണ് ഡിലിമിറ്റേഷൻ ബില്ല് വരുന്നത്. അത് പാസാക്കുമോ അനുകൂലിക്കുമോ എന്നൊക്കെ DMK തീരുമാനിക്കട്ടെ, അതവരുടെ പാർട്ടിയുടെ കാര്യമാണെന്നും KC പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റും പഞ്ചാബും ഒഡീഷയും ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പുവരുത്തേണ്ട ഒരു ഗവൺമെൻറ് ഇത്തരം ഒരു ബില്ലുമായി വരുമെന്ന് താൻ വിചാരിക്കുന്നില്ല എന്നും വന്നാൽ അപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന വെല്ലുവിളി തന്നെയാണ് KC വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിൻ്റെയും ആക്രമണം ഭയന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ KC വേണുഗോപാലിൻ്റെ ഈ തെറിവിളി കേൾക്കാതെ ഒന്ന് സഭയിൽ വന്നാൽ നന്നായിരുന്നു.